കേരള രാഷ്ട്രീയത്തിലെ സമുന്നതനായ നേതാവ് ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൾ മറിയ ഉമ്മൻ നടത്തിയ വെളിപ്പെടുത്തലുകളും നിരീക്ഷണങ്ങളും രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരവും ഉമ്മൻചാണ്ടി എന്ന ജനപ്രിയ വികാരവും ഒത്തുചേരുന്ന ഒരു തിരഞ്ഞെടുപ്പ് തരംഗത്തെക്കുറിച്ചാണ് മറിയ ഉമ്മൻ സംസാരിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വൈകാരികതയ്ക്കും വികസന ചർച്ചകൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണിത്. 2 തവണ തുടർച്ചയായി ഭരണം കൈയാളിയ ഇടതുമുന്നണി ഹാട്രിക് വിജയം ലക്ഷ്യമിടുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന വലിയൊരു ശൂന്യതയെ ശക്തിയാക്കി മാറ്റി അധികാരം തിരിച്ചുപിടിക്കാൻ UDF ശ്രമിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ സംസ്ഥാനത്തുടനീളം നടത്തുന്ന പ്രചാരണ യാത്രകൾ ശ്രദ്ധേയമാവുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി എന്നതൊരു വ്യക്തിയല്ല, മറിച്ചൊരു വികാരമാണ്. തന്റെ ജീവിതകാലം മുഴുവൻ ജനങ്ങൾക്കിടയിൽ ജീവിച്ച ആ നേതാവിന്റെ അഭാവം UDFനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമായിരുന്നു. എന്നാൽ ആ അഭാവത്തെ ഒരു വൈകാരിക തരംഗമാക്കി മാറ്റാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിക്കുന്നുണ്ടെന്നതാണ് മറിയ ഉമ്മന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 50ഓളം മണ്ഡലങ്ങളിൽ താൻ സന്ദർശനം നടത്തിയെന്നും എവിടെ ചെന്നാലും ഉമ്മൻചാണ്ടി എന്ന പേരിനോടുള്ള ജനങ്ങളുടെ സ്നേഹവും ബഹുമാനവുമാണ് തനിക്ക് കാണാൻ കഴിഞ്ഞതെന്നും മറിയ പറയുന്നു. അപ്പയുണ്ടായിരുന്നപ്പോൾ 140 മണ്ഡലങ്ങളിലും നേരിട്ടെത്തി പ്രചാരണം നയിക്കുമായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ആ വിടവ് നികത്താൻ ഞങ്ങൾ മക്കൾ ശ്രമിക്കുന്നുവെന്ന അവരുടെ വാക്കുകൾ പ്രവർത്തകർക്കിടയിൽ പുതിയൊരു ഉണർവ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന LDF സർക്കാരിന്റെ ദുർഭരണം ഈ തിരഞ്ഞെടുപ്പോടെ അവസാനിക്കുമെന്നാണ് മറിയ ഉമ്മന്റെ പ്രധാന വാദം. സർക്കാരിനെതിരായ വികാരം ജനങ്ങൾക്കിടയിൽ പ്രകടമാണെന്നും ഇത് വോട്ടായി മാറുമെന്നും അവർ വിശ്വസിക്കുന്നു. അഴിമതി ആരോപണങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങൾ സാധാരണക്കാരെ ബാധിച്ചിട്ടുണ്ടെന്നും ഒരു മാറ്റത്തിനായി കേരളം കാത്തിരിക്കുകയാണെന്നും മറിയ നിരീക്ഷിക്കുന്നുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം ഓരോ ജില്ലയിലും പ്രകടമാണെന്നും അത് UDFന് അനുകൂലമായൊരു വലിയ തരംഗമായി രൂപപ്പെട്ടിട്ടുണ്ടെന്നും അവർ അവകാശപ്പെടുന്നു. രാഷ്ട്രീയ പോരാട്ടത്തെക്കാൾ ഉപരിയായി ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു സമരമായാണ് ഈ തിരഞ്ഞെടുപ്പിനെ മറിയ കാണുന്നത്. മറിയ ഉമ്മന്റെ ഭർത്താവ് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നത് ഈ തിരഞ്ഞെടുപ്പിലെ മറ്റൊരു പ്രധാന ചർച്ചാ വിഷയമാണ്. എന്നാൽ ഇതിനെ അതീവ പക്വതയോടെയാണ് മറിയ നേരിടുന്നത്. ഭർത്താവ് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനു വേണ്ടി മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്നതിലൂടെ ജനാധിപത്യപരമായ മൂല്യങ്ങളെ താൻ ബഹുമാനിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കുന്നു. അതേസമയം കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ലെന്ന തന്റെ രാഷ്ട്രീയ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കുടുംബത്തിലെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ബാധിക്കില്ലെന്നും തന്റെ രാഷ്ട്രീയ ബോധ്യം UDFനൊപ്പമാണെന്നും അവർ നിസ്സംശയം പറയുന്നു. R. ബാലകൃഷ്ണപിള്ളയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലം മുതൽക്കേയുള്ള ഒരു രാഷ്ട്രീയ ബന്ധമുണ്ട് പത്തനാപുരത്തിന്. എന്നാൽ പിന്നീട് KB ഗണേഷ് കുമാർ ഇടതുപക്ഷത്തോടൊപ്പം ചേരുകയും ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ പത്തനാപുരത്തെ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയത് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ള നീക്കമാണ്. ഗണേഷ് കുമാറിന്റെ ആരോപണങ്ങൾക്ക് വ്യക്തിപരമായി മറുപടി നൽകാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ ഉമ്മൻചാണ്ടിയെ വേദനിപ്പിച്ചവർക്കുള്ള മറുപടി പത്തനാപുരത്തെ ജനങ്ങൾ വോട്ടിലൂടെ നൽകുമെന്നും മറിയ പറയുന്നു. കഴിഞ്ഞ 5 വർഷമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ചാമക്കാലയുടെ പോരാട്ട വീര്യം വിജയത്തിലെത്തുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. മുൻപ് പുതുപ്പള്ളിയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഉമ്മൻചാണ്ടിയുടെ കുടുംബം ഇന്ന് കേരളം മുഴുവൻ അറിയപ്പെടുന്ന രാഷ്ട്രീയ മുഖങ്ങളായി മാറിയിരിക്കുകയാണ്. ചാണ്ടിയുമ്മൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതിന് പിന്നാലെ മറിയ ഉമ്മനും സജീവമായി രംഗത്തെത്തുന്നത് UDFന് വലിയ കരുത്താണ് നൽകുന്നത്. ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന നിലയിൽ തനിക്ക് ലഭിക്കുന്ന സ്വീകാര്യത വോട്ടായി മാറുമെന്ന കണക്കുകൂട്ടലിലാണ് UDF നേതൃത്വം. കേരളം കണ്ട എക്കാലത്തെയും ജനകീയനായ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ മറിയ ഉമ്മൻ നടത്തുന്ന പ്രചാരണങ്ങൾ കേവലം ഒരു കുടുംബത്തിന്റെ പിന്തുണ എന്നതിലുപരിയായി UDFന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗം കൂടിയാണ്. ഉമ്മൻചാണ്ടി എന്ന സ്മരണ വോട്ടായി മാറിയാൽ അത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റിവരച്ചേക്കാം. ഈ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് മറിയ ഉമ്മൻ അവകാശപ്പെടുന്നത് പോലെ ഒരു UDF തരംഗമാകുമോ അതോ LDF തങ്ങളുടെ കോട്ടകൾ കാത്തു സൂക്ഷിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം. എന്നിരുന്നാലും മറിയ ഉമ്മന്റെ സജീവ സാന്നിധ്യം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേക വൈകാരിക മാനം നൽകിയിട്ടുണ്ട് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്.